നമസ്കാരം, വെൽക്കം ടു മൂവി ട്രക്ക്. അപ്പൊ ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത് പോൾ ജോർജ് ഡയറക്ട് ചെയ്തിട്ടുള്ള പുതിയ പടമാണ് കാട്ടാളൻ. നമ്മുടെ പെപ്പയാണ് മെയിൻ ക്യാരക്ടർ. പെപ്പയെ കൂടാതെ അത്യാവശ്യം നല്ല പാൻ ഇന്ത്യൻ ക്യാരക്ടേഴ്സും ഉണ്ട്, കുറച്ച് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. യൂട്യൂബ് അല്ല, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്. ആസ് എ ഹോൾ പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഹൈപ്പൊക്കെ അവർ കൊടുത്തിട്ടും നമുക്ക് ആ പടത്തില് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹീറോ, വില്ലൻ, ബാക്കി അതർ ക്യാരക്ടേഴ്സ്, ആക്ഷൻ, മ്യൂസിക്, ബാക്കി അതെല്ലാം ഓക്കേഷാണ്. ബട്ട് സ്റ്റിൽ അതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ, ഡയലോഗ് ഡെലിവറി, ഇത് രണ്ടും. ഡയലോഗ് ഡെലിവറി പിന്നെ നമുക്ക് പറയാം, ഉണ്ണിയാറാണ് അതിന്റെ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. പക്ഷേ സ്ക്രീൻ പ്ലേയുടെ ഗ്രിപ്പ് അത് വളരെ മോശം. നമുക്ക് ഒട്ടും, അതായത് നമ്മൾ ആ സ്റ്റോറി കണ്ടാൽ പോലും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല. അത് ഭയങ്കര പോരായ്മയായിട്ട് എനിക്ക് തോന്നി പടത്തില്. പിന്നെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എന്താ പറയാ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈറ്റിൽ എത്തുന്നതിന് മുന്നേ അവരൊരു ഒരു AI വീഡിയോ കാണിക്കുന്നുണ്ട്. അവിടെ തൊട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് ആകെ ഒരൊറ്റ സോങ് ഉള്ളൂ. ആ സോങ് തന്നെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവൈൻഡ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അരാജകത്വം വരും. ഒരു കേട്ട് മടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. പക്ഷെ ഒരു ഒരു 2-3 ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഭീകര സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഞെട്ടായിരുന്നു. അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു പടത്തില്. പക്ഷെ മെയിൻലി ഒരു ഒറ്റ സോങ്ങിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഫുള്ള് ഇതും പൊക്കോണ്ടിരിക്കുന്നത്. ഹോൾ ആക്ഷൻ സീക്വൻസുകളായിക്കോട്ടെ, എന്തും എല്ലാം പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന കുറച്ച് മൈന്യൂട്ട് സാധനങ്ങൾ മാത്രമാണ് നമുക്കൊരു ഒരു അതിൽ നിന്നും ഒരു ചെറിയൊരു ആശ്വാസം എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഡയറക്ഷൻ, പുതിയ ഡയറക്ടറാണ്, ആളുടേതായിട്ടുള്ള ഒരു നല്ലൊരു ഇൻപുട്ട് അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്ക്രീൻ പ്ലേ വരുമ്പോഴാണ് നമുക്ക് ഒരു ഒന്നിനും ഒരു തലയും വാലും ഇല്ലാത്തൊരവസ്ഥയാണ് കഥയ്ക്ക്. നമുക്ക് ആരോടും ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ആരോടും തോന്നുന്നില്ല. ഈവൻ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കാല് വയ്യാത്ത, ആ കുട്ടിക്ക് പറ്റുന്ന, അതായത് കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ആക്സിഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതുപോലെ നമുക്ക് ആസ് എ ഹോൾ നമുക്കത് അതങ്ങോട്ട് ഉള്ളിലോട്ട് നമുക്ക് ഫീൽ ചെയ്യണമല്ലോ. പിന്നെ വില്ലൻ ഭയങ്കര മാസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറച്ച് കാണിച്ചുകൂട്ടലുകളുണ്ട്. അതും ഭയങ്കര ബോറായിരുന്നു, പക്കാ ബോറായിരുന്നു. കാരണം അവര് സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഒരു KGF 5 ആണ് തരുന്നത് പടത്തിൽ. ആകെ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങില് KGF 5 വരുന്ന ഒരു കുറച്ച് സീക്വൻസുകളുണ്ട്. അത് കുറച്ച് നന്നായിരുന്നു. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് അതിനകത്ത് നമ്മുടെ പുഷ്പ 1 സുനിലിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടൊരു ഒരാളുണ്ടായല്ലോ. ആളുടെ ഒരു ക്യാരക്ടർ ഒരു രക്ഷ ഉണ്ടായില്ല. ആളുടെ ചെറിയൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ളൂ. മാരി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു ഫസ്റ്റ് പോർഷൻ കാണിക്കുന്നത്. മാരി പിന്നീട് സിനിമയിലോട്ട് വരുന്ന സമയത്ത് സുനിലാണ് പിന്നീട് മാരിയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. പക്ഷെ മാരിയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് കാണിക്കുന്നത് ഇയാളെ വെച്ചിട്ടാണ്. അത് അടിപൊളിയായിരുന്നു. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ആ ഒരു ഓറയും പുള്ളിയുടെ സ്റ്റൈലും സൂപ്പറായിരുന്നു. പിന്നെ മെയിൻ ക്യാരക്ടേഴ്സിൽ വരുമ്പോൾ പെപ്പയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പുള്ളിക്ക് ആക്ഷൻ അടിപൊളിയാണ്, ആക്ഷൻ സീക്വൻസുകളിൽ. പക്ഷെ പുള്ളി കുറച്ച് തപ്പൽ വരുന്നുണ്ട് എങ്കിൽ പോലും ഓൾ ഓവർ കുഴപ്പമില്ല. പക്ഷെ ആൾക്കൊരു ജസ്റ്റ് ഒരു എന്താ പറയാ, പെഡ്ലർ ആണെന്ന് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. ആളുടെ ഒരു ഡീറ്റെയിൽ ഇല്ല, പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറി ഇല്ല, പുള്ളി ആരാണ്, എവിടുന്ന് വന്നു. അതിന് ജസ്റ്റ് സിദ്ദിഖിന്റെ ഒരു ചെറിയൊരു ക്യാമിയോ വരുന്നുണ്ട്. സിദ്ദിഖ് പറഞ്ഞിട്ട് വരുന്നു, അത്രയും കാണിക്കുന്നുള്ളൂ. പക്ഷെ എന്താണ് പുള്ളിക്കൊരു മോട്ടീവ് ഉണ്ട്. പെപ്പയ്ക്ക് ഇതിനകത്തോട്ട് എൻ്റർ ആവുന്നതിന് ഒരു മോട്ടീവ് ഉണ്ട്. അത് പക്ഷെ ജഗദീഷിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ജഗദീഷ് നോർമൽ, അതായത് പുള്ളിയുടെ മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡൗൺ ആണ്, എങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ് ജഗദീഷിന്. പിന്നെ കബീർ ദുഹാൻ സിംഗ് ഉണ്ട്. ആൾക്കും ഒരു വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു ജസ്റ്റ് ഒരു വന്നു പോകുന്ന ഒരു അവസ്ഥ. അല്ലാണ്ട് നമുക്ക് ഭയങ്കരമായിട്ടൊന്നും ആളോട് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രതിബദ്ധതയും തോന്നുന്നില്ല. ഈവൻ എല്ലാ വില്ലന്മാരോടും നമുക്കൊരു സുഖം തോന്നുന്നില്ല. പടം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓൺഗോയിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആളുകളെല്ലാം അതേ പേസിൽ നിൽക്കുന്നു.
ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, ഗംഭീര ഇഷ്യൂകൾ ഉണ്ടാവുന്നുണ്ട്, ആക്ഷൻ സീക്വൻസുകൾ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് ഹിറ്റ് ചെയ്യുന്നില്ല. അത് ഭയങ്കര ഒരു മൈനോറിറ്റി ആയിട്ട് തോന്നുന്നു. നമുക്കിപ്പോ ഒരു ഒരു എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ ഒരു KGF 5 കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും ഉണ്ടാവില്ല, നമുക്കറിയാം. പക്ഷെ സ്റ്റിൽ നമുക്കൊരു ഒരു ഒരു ഗ്രിപ്പ് വരുന്നില്ല കാട്ടാളനോട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിനിമയിലോട്ട് ഇറങ്ങിച്ചെന്ന് അത്രയും അത് ഫീലിംഗ് കിട്ടുന്നില്ല. വെറുതെ കുറെ ഇൻസിഡൻസ് കാണുക എന്നല്ലാണ്ട് അതിൽ പരം അത് കവിഞ്ഞിട്ട് നമുക്കൊന്നും സിനിമ തരുന്നില്ല. പിന്നീട് സുനിലിന്റെ ക്യാരക്ടർ ഭയങ്കര കൊടൂര വില്ലനാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് തുഷാരയ്ക്കൊന്നും സ്ക്രീൻ പ്രസൻസേ ഇല്ല. തുഷാര ആകെ എന്താ പറയാ, ഇന്റർവെല്ലിന് ശേഷം വരുന്നു. ഒരു വെടിവെപ്പ് സീൻ കുറച്ചുണ്ട്. അത് കഴിഞ്ഞ് തുഷാര പോകുന്ന 1-2 ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ തുഷാര. പിന്നെ ഇന്റർവെൽ സീനൊന്നും ഒരു പഞ്ചില്ലെന്നേ. ഭയങ്കര ദാരുണ ഇന്റർവെൽ സീനാണ്. പിന്നെ ഇവര് 3 പോസ്റ്റ് ക്രെഡിറ്റ് എൻഡ് ക്രെഡിറ്റ് സീനുകൾ ഉണ്ടെന്ന് പറഞ്ഞു ടോട്ടൽ ഈ സിനിമയിൽ. ആദ്യത്തേത് ഇവരുടെ പടത്തിന്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന ടൈമിലുള്ള ഒരു AIV. അത് ഈ സിനിമ കഴിഞ്ഞിട്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ പറയുന്ന കുറച്ച് പോർഷൻസ് ആണ്. പുള്ളിയുടെ ഒരു പുള്ളി എങ്ങനെയാണ്, പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറി, പെപ്പയുടെ ഒരു ബാക്ക് സ്റ്റോറി, പ്ലസ് ആഫ്റ്റർ ഈ സിനിമയുടെ ഇൻസിഡന്റിന് ശേഷം നടക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇതിനകത്ത് വീഡിയോ ത്രൂ കാണിക്കുന്നത്. നമ്മുടെ ലോക സ്റ്റൈലില്ലേ ആ സംഭവം. പിന്നെ ഉള്ള സെക്കൻഡ് എന്ന് പറയുന്നത് അത് നല്ലൊരു ഇതായിരുന്നു. കാരണം ഞാൻ ഇതിന്റെ പോസ്റ്റർ കാണാതെയാണ് പോയി കണ്ടത്. അത് മെയിൻ ആയിട്ട് ഒരു കാട്ടൽ ബോസിനെ കാണിക്കുന്നുണ്ട്, ഗബ്രാൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഒരു റീസെന്റ് അവർ ഇറക്കി കാട്ടാളന്റെ പോസ്റ്റർ, തമിഴ് പോസ്റ്ററൊക്കെ ഞാൻ കണ്ടു. അത് നമ്മുടെ അനദർ ദാൻ ലിയോ, നമ്മുടെ ലോകേഷ് കനകരാജാണ് ആ ഒരു ക്യാരക്ടർ വരുന്നത്. അത് ആൾക്ക് ചെറിയ പോർഷനുള്ളൂ, പക്ഷെ നമ്മളത് കാണാതെ, അതിന്റെ അപ്ഡേറ്റ്സ് കാണാതെ പോയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ലോക്കേഷന്റെ സീനുകൾ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് ഇവരുടെ പുതിയ പടത്തിന്റെ അപ്ഡേറ്റ് കൊടുക്കുന്നത്, അടുത്ത വരാൻ പോകുന്ന നെക്സ്റ്റ് പ്രൊജക്ടിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ. അതാണ് ഈ 3 പോസ്റ്റ് ക്രെഡിറ്റ് പ്ലസ് എൻഡ് ക്രെഡിറ്റ് പറയുന്നത്. അതിൽ കൂടുതലൊന്നുമില്ല ഈ പടത്തിന് ഒരു ഫ്രാഞ്ചൈസി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ ബാക്ക് സ്റ്റോറീസ് ഒന്നും മെൻഷനിങ്ങിൽ വരാത്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വെയിറ്റിംഗ് വരുന്നില്ല. ഈ പടം ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹുക്ക് ഇടണമല്ലോ, ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അടുത്തത് ആനക്കൊമ്പ് കടത്തലാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. ഈ പുഷ്പയൊക്കെ പോലെ, പുഷ്പയില് ചന്ദനം കടത്ത്, ഇതിനകത്ത് ആനക്കൊമ്പ് കടത്ത്. ഏറ്റവും വലിയ ഈ ആനക്കൊമ്പ് കിടത്തിയിട്ട് ഒരു കൊമ്പിന് 3 കോടി രൂപ 4 കോടി രൂപയ്ക്കാണ് റേറ്റ് പറയണത്. എന്നിട്ടും ഇവര് ഉപയോഗിക്കുന്നത് ഒരൊറ്റ വണ്ടി, അതേ ഒരൊറ്റ റൂട്ടും. ഈ കാശ് വെച്ചിട്ട് ഇയാൾക്ക് പല പല റൂട്ടുകൾ ഉണ്ടാക്കാവുന്ന ഒരു ആസ്തിയായി. എന്നിട്ടും ഇതേ വില്ലൻ ഉപയോഗിക്കുന്ന ഒരു റൂട്ടും ഒരു ബൊലേറോ പിക്കപ്പും. എന്റെ പൊന്നൂ, പുള്ളി കാട്ടൽ ബോസ് ആണെന്നൊക്കെ, മറ്റേ ഗ്യാങ്ങിന്റെ ഒക്കെ ഫുൾ ബോസ് ആണ് കേരളത്തിലെ. എന്നിട്ടും പുള്ളിക്കാരനെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പുള്ളിക്ക് ദേഷ്യം വരും. പുള്ളിയുടേതായിട്ട് കാടിന്റെ അകത്ത് ഈ ആനക്കൊമ്പ് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമം പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരെ പുള്ളിക്ക് ദേഷ്യം വരും, പുള്ളി അവിടെ ചെല്ലും, വെള്ളം കുടിക്കും, കുറെ എണ്ണങ്ങളെ കൊല്ലും. ഇതാണ് അവിടുത്തെ ആൾക്കാർ അതിലും വലിയ വിറ്റ്. അവരാണെങ്കിൽ ചാവാൻ വേണ്ടി കഴുത്ത് കിട്ടി നിൽക്കുകയാണ്. ഇവര് വമ്പൻ ആനേനെ കൊമ്പെടുക്കുന്ന ടീമുകളാണ്. അത്രയും ബ്രൂട്ടലായിട്ട് ഇരിക്കേണ്ട ആൾക്കാര് സാധാരണ നമ്മളിപ്പോ ഇവിടെ നാട്ടിലൊക്കെ താമസിക്കുന്ന പോലത്തെ ഒരു വൈബില് നിൽക്കണു. ഇങ്ങേര് വരുന്നു, കൊട്ടൂര വില്ലനാണ്. അങ്ങേര് വരുന്നു, 4 പിടിക്കുന്നു, കഴുത്തറുത്ത് കളയുന്നു. എപ്പോ ദേഷ്യം വന്നാലും കഴുത്തറുത്ത് കളയും. എന്നിട്ടും ജനസംഖ്യ തീരുന്നില്ല. 10-40 പേരുള്ളൂ എന്ന് പറയണേ. എന്നിട്ടും അയ്യറ്റപ്പ് ഈ സിനിമയിൽ ഉടനീളം തന്നെ കുറെ എണ്ണങ്ങളെ കൊല്ലുന്നുണ്ട് ഇയാള്. പക്ഷെ എന്നിട്ടും നല്ല സ്ട്രെങ്ത് വീണ്ടും ഉണ്ട്. അതൊക്കെ ഭയങ്കര കല്ലുകടിയാണ്. പിന്നെ എന്താ പറയാ, പുള്ളിയുടെ കൂടെ തന്നെ ജഗദീഷിന്റെ കൂടെയുള്ള ഒരാള് ഉറ്റു കൊടുക്കുന്നുണ്ട്. അവനെയൊക്കെ കണ്ടുപിടിക്കണൊക്കെ വളരെ ദാരുണമാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഈ വെനം എന്ന് പറഞ്ഞിട്ടൊരു വെനത്തിന്റെ മാസ്ക് വെച്ചിട്ട് ഒരു ബൈക്ക് ഓടിക്കുന്ന ആളുണ്ടല്ലോ, ആൾക്കൊക്കെ വളരെ ദാരുണ സീനുകളാണ്, 1-2 സീനുകൾ. പിന്നെ ഹിപ്സ്റ്ററിനും ഈ സിനിമയിൽ ഗംഭീര ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ ആയിരുന്നു. നമ്മൾ വിചാരിക്കുന്ന മല മറിക്കുന്ന, പക്ഷെ 4 ഡയലോഗ്, ഒരു 4-3-7 സീൻ, അത്രേ ഉള്ളൂ. കഷ്ടി ദാരുണമായിരുന്നു. നമ്മുടെ ആവേശത്തിന്റെ പകുതിയുടെ പകുതി, അത്രയും പ്രതീക്ഷിച്ചാൽ മതി.
ഹിപ്സ്റ്ററിനുള്ളത്. പിന്നെ ഹനാൻഷ. ഹനാൻഷയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പുള്ളിയുടെ ആ ടീസറിൽ പുള്ളിയുടെ ആ സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചായിരുന്നു. ഹനാൻഷ പെപ്പയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. പക്ഷെ പെപ്പയുടെ കൂടെ നിൽക്കുന്ന എന്തിനാണ് നിൽക്കുന്നത് അറിയില്ല. പുള്ളിയുടെ ജോലിക്കാരനാണോ അറിയില്ല, ഫ്രണ്ടാണോ അറിയില്ല. ഇവർക്കൊരു ഒന്നും കാണിക്കുന്നില്ല. ബാക്ക് സ്റ്റോറി ഉണ്ട്. ഈ ബാക്ക് സ്റ്റോറി എന്താണെന്ന് കാണിക്കുന്നില്ല. പുള്ളി ഒരു ട്രക്ക് ഓടിക്കുന്ന കാണിക്കുന്നുണ്ട്, ഒരു കാർ ഓടിക്കുന്ന കാണിക്കുന്നുണ്ട്, രണ്ടൊന്ന് ഷൂട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്, ബോംബ് പൊട്ടിക്കുന്ന അങ്ങനെ വളരെ ഒരു ഡയലോഗ് പോലും ആ മനുഷ്യന് കൊടുത്തിട്ടില്ല. അങ്ങേരെ ഒരു പാട്ടുകാരനാണ്, സംസാരിക്കേണ്ട ആളാണ്. പെപ്പയ്ക്ക് ആളെ കൂടെ നിർത്താം. ജസ്റ്റ് എല്ലാ കാര്യവും പെപ്പ ഒറ്റയ്ക്ക് ചെയ്യണ പോലെയാണ് സിനിമയിൽ കൊണ്ടുവരുന്നത്. ഒരു വൺ മാൻ ഷോ കളിക്കുകയാണ്. അത്രയും വലിയ കാട്ടലിനെയാണ് പുള്ളി മടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഒരു വൺ മാൻ ഷോ കളിക്കുമ്പോൾ നമുക്കൊരു ഒരു ശോകം. എന്നാൽ ഈ വൺ മാൻ ഷോ വർക്കാവുന്നില്ല. പകുതി സ്ഥലങ്ങളിലും പുള്ളിക്ക് ബാക്ക് സ്റ്റാബ് കിട്ടുന്നുണ്ട്, പുള്ളി പെട്ടുപോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ പലരും വന്ന് ഇവരൊക്കെ തന്നെയാണ് രക്ഷപ്പെടുത്തുന്നത്. എന്നാൽ ഇവരൊരു ഗ്രൂപ്പായിട്ട് അതും ഇല്ലതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് കണ്ടിരുന്നാലും ഒരു ഗംഭീര ഫീൽ ഒന്നും ഇല്ലെന്നേ. ഒരു കിലോ അവറേജ് ഫീൽ നമുക്ക് കിട്ടുക. കാട്ടാളന്റെ ആ ഒരു ഹൈപ്പും ഇതൊക്കെ കണ്ടപ്പോ ഷെരീഫ് മുഹമ്മദിന്റെ ബെസ്റ്റ് വർക്ക് മാർക്കോ തന്നെയാണെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. മാർക്കോന്റെ അത്ര ഒരു ഓറ അങ്ങോട്ട് വരുന്നില്ല. വെറുതെ അല്ല തോന്നുന്നു ഉണ്ണിമൂന്നൻ ആദ്യമേ അനൗൺസ് ചെയ്തത് ഞാൻ ഈ പടത്തിന്റെ ഭാഗമല്ലാന്ന്. കാരണം ഭയങ്കര മിസ്ലീഡിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. ഒന്ന് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ മെയിൻ ആയിട്ട് എന്താ പറയാ, സിദ്ദിഖിന്റെ ക്യാരക്ടറിനെ കൊണ്ടുവന്നു. സിദ്ദിഖിന്റെ ആ മാർക്കോലെ സെയിം ലുക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ, മാർക്കോ ബേസ് ചെയ്ത് വല്ലതും ഉണ്ടാവോ, കാട്ടാളൻ മാർക്കോ ഒരു കോംബോ വരുമോ, എന്താണെന്ന് അറിയില്ല. പടം ഒരു ഭയങ്കര ആവറേജ് ഫീൽ ആയിരുന്നു പടം. അതാണ് ഏറ്റവും സങ്കടം. പെപ്പയുടെ ഇപ്പോ RDX ഒക്കെ കഴിഞ്ഞിട്ട് RDXലെ പഞ്ചൊക്കെ എന്തായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ പെപ്പനെ കൊണ്ട് പറ്റണില്ലെന്നേ. ഒരു അത്രയും ഒരു സ്ട്രെങ്ത് വേണമല്ലോ, പുള്ളീനെ കൊണ്ട് പറ്റണില്ല. പുള്ളിയുടെ ലുക്കൊക്കെ ഓക്കെ, നൈസാണ്. വർക്കും അത് പുള്ളീനെ കൊണ്ട്, പുള്ളി ഇടിക്കാനാണെങ്കിലും കുറെ സ്ഥലങ്ങളിൽ കട്ട്സുകൾ കുറെ കൂട്ടിയിട്ടുണ്ട്. കാരണം പുള്ളി മാക്സിമം ചെയ്യണതിന്റെ ആ ഒരു ലെവല് വന്നിട്ടില്ല സ്റ്റിൽ. RDXലൊക്കെ എന്ത് രസമായിരുന്നു മൂപ്പര്. അതിനകത്ത് വണ്ണം ഉണ്ട്, ഇതിനകത്ത് കുറച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അത്ര പോരാ. അങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് പുള്ളിനെ കൊണ്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത പോലെ കുറച്ച് ഫീൽ നമുക്ക് വരും. ഇതാണ് എൻ്റെ ഒരു കാട്ടാളൻ എക്സ്പീരിയൻസ്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അത് കമന്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.